ജോലി കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴാണ് എങ്ങോട്ടെങ്കിലും പോയാലോ എന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനെ ഫോണെടുത്ത് ചങ്കിനെ വിളിച്ചു. എന്നാൽ ഞാനും വരാമെന്നവനും. അങ്ങനെ കാറെടുത്ത് ചുമ്മാ ഇറങ്ങിയതാണ്. തൃശ്ശൂരിൽ നിന്നും നേരെ മണ്ണുത്തിയിലേക്കും അവിടെ നിന്ന് നേരെ ഹൈവേയിലേക്കും കയറി. ഹൈവേയിൽ കയറി ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ പോകുന്നത് പാലക്കാട് വാളയാർ വഴി കോയമ്പത്തൂരിലേക്കും വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ പോകുന്നത് കൊച്ചിയിലേക്കുമാണ്. കൊച്ചിയിലേക്ക് പോകാനുള്ള സമയമില്ലാത്തതിനാൽ ഞങ്ങൾ നേരെ പാലക്കാട്ടേക്ക് വെച്ച് പിടിച്ചു. പോകുന്ന വഴിക്കാണ് കുതിരാൻ തുരങ്കം. പലതവണ പോയിട്ടുണ്ടെങ്കിലും വീഡിയോ എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ വീണ്ടും ഒന്ന് ഇറങ്ങി. ഈ തുരങ്കം വരുന്നതിന് മുന്നേ ഇതിലൂടെയുള്ള യാത്ര വളരെ രസകരമായിരുന്നു. കാരണം നമുക്കൊരിക്കലും നമ്മൾ വിചാരിച്ച സമയത്ത് ഒരു കാര്യത്തിനും എത്താൻ പറ്റില്ല. അത്രയും ട്രാഫിക്കായിരുന്നു ഇവിടെ. ഹൈവേയിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്ഥലത്തിൻ്റെ പേര് കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി. ആദ്യം ഞാൻ വായിച്ചത് കിളവൻമുക്ക് എന്നാണ്. പിന്നീട് വായിച്ചപ്പോഴാണ് അത് കുളവൻമുക്കാണെന്ന് മനസ്സിലായത്. കുഴൽമന്ദം പഞ്ചായത്തിലുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഈ കുളവൻമുക്ക്. ഞാൻ ഈ പേര് മുന്നേ എവിടെയോ കേട്ടിട്ടുണ്ട്, കേട്ട് നല്ല പരിചയമുണ്ട്. അതെവിടെയാണെന്ന് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. കേരളത്തിൽ എവിടെ പോയാലും ഗ്രാമങ്ങളുടെ എക്സ്ട്രീം വേർഷൻ കാണണമെങ്കിൽ ശരിക്കും പാലക്കാട് തന്നെ വരണം. കുഴൽമന്ദവും കൊല്ലങ്കോടും നെന്മാറയും കൊടുവായൂരും ഒക്കെ ഉൾപ്പെടുന്ന ഗ്രാമം. ശരിക്കും ഗ്രാമങ്ങളുടെ കാഴ്ച അറിഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ഇവിടേക്കൊക്കെ തന്നെ വരണം. അതുകൊണ്ടൊക്കെ തന്നെയാവാം സിനിമാക്കാരുടെയൊക്കെ ഇഷ്ട ലൊക്കേഷനായിട്ട് ഇന്നും പാലക്കാട് തുടരുന്നത്. പോകുന്ന വഴിക്ക് കുഴൽമന്ദം പഞ്ചായത്തിന് തൊട്ടടുത്തായി ഒരു തട്ടുകട കണ്ടു. ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ചത് തനി പാലക്കാടൻ ഭാഷ സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചിയുടെ സംസാര ശൈലി നല്ല രസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം സംസാരിച്ചു. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് ആരോ തൊട്ടുകൊടുത്ത ഒരു ചോപ്പ് പൊട്ടൊക്കെ കൂത്തി ഒരു പട്ടിസാർ വന്നത്. പട്ടിസാർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. കയ്യിലുള്ള ഉഴുന്നുവട മുഴുവനും കഴിച്ചു. ചേച്ചിയോട് യാത്ര പറഞ്ഞ് പോരാൻ നേരമാണ് ആ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ പ്രതിമ അവിടെ ഉണ്ടായിരുന്നു. അത് മറ്റാരുടെയുമല്ല, തമിഴ് മക്കളുടെ ദൈവമായ MGR അഥവാ MG രാമചന്ദ്രൻ. ആ പ്രതിമയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അമ്മയുടെ പേര് സത്യഭാമ എന്നാണ്. ഗൂഗിളിൽ നോക്കിയപ്പോൾ MGR വിവാഹം ചെയ്തിരിക്കുന്നത് കുഴൽമന്ദത്തു നിന്നാണെന്ന് അറിയാൻ സാധിച്ചു. ഞാൻ ആദ്യം കരുതിയത് MGR ജനിച്ചത് കുളവൻമുക്കിലാണ് എന്നാണ്. പക്ഷേ അദ്ദേഹം ശരിക്കും ജനിച്ചത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിൽ ജനിച്ച് തമിഴ് സിനിമകളിൽ അഭിനയിച്ച് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായ വലിയൊരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചിട്ട് ഒരുപാട് വർഷമായെങ്കിലും ഇന്നും അദ്ദേഹത്തിന് ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർ ഇന്നും തമിഴ്നാട്ടിലുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ കേരളത്തിൽ ഞാൻ ആദ്യമായി കാണുന്നത് ഇവിടെയാണ്. ഇനി ഇതുപോലെ എവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. എന്തായാലും ഞാൻ ആദ്യമായി കണ്ടത് ഇവിടെയാണ്. കുളവൻമുക്ക് എന്ന പേര് ഇതിനു മുന്നേ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അത് മറ്റെവിടെയുമല്ല, നമ്മുടെ സാക്ഷാൽ രമേഷ് പിഷാരടി ജനിച്ചത് ഇവിടെയാണെന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും അവിടെ പച്ചക്കറി വിറ്റിരുന്ന ചേട്ടന്മാരോടും തട്ടുകടയിലുള്ള ചേച്ചിയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചു. ഏത് നാട്ടിൽ പോയാലും ആദ്യത്തെ ചോയ്സ് ബിരിയാണിയും മന്തി റൈസും തന്നെ. അങ്ങനെ വരുന്ന വഴിക്ക് യമനി മന്തി എന്ന് പറയുന്നൊരു ഹോട്ടലിൻ്റെ ബോർഡ് കണ്ടു. എന്തായാലും വണ്ടി അങ്ങോട്ട് തിരിച്ചു. ഒരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കഴിച്ചു കഴിഞ്ഞ് പൈസയും കൊടുത്ത് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകാനായി ഇറങ്ങി. ഹൈവേയിലേക്ക് കയറിയപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിച്ചത്. തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഒരു ബസ്. നമ്മുടെ KSRTCയെ സംബന്ധിച്ച് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ബസ്സുകൾക്കൊക്കെ ഒരല്പം വൃത്തിക്കുറവുണ്ടെന്ന് എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും അതൊന്നും നമ്മളെ ബാധിക്കാത്ത വിഷയമല്ലാത്തതിനാൽ ഞങ്ങൾ യാത്ര തുടർന്നു.